അപ്പോൾ മച്ചാന്മാരത് ഇന്ന് ഓശാന ഞായറൊക്കെ ആയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന വിചാരിച്ചിട്ടാ. ഞങ്ങൾക്ക് ഇവിടെ ജർമ്മൻ കുർബാനയാണ് സാധാരണ ഇവിടെ കിട്ടാറുള്ളത്. ഇന്ന് മലയാളം കുർബാന കിട്ടി. മലയാളം കുർബാന പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂണിക്കിലാണ്. മ്യൂണിക്കിൽ എവിടെയായിരുന്നു? ഫസാനം പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഫസാനം പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോണത്. അപ്പൊ ഓശാന ഞായർ മാത്രമല്ല, ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ എന്തായാലും ഇന്ന് പള്ളിയിൽ പോകാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ മലയാളം കുർബാനൊക്കെ പോണത്. അപ്പൊ ഇന്ന് കുറെ മലയാളികളൊക്കെ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കണത്. അപ്പൊ ട്രെയിൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ജർമ്മനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം കുർബാനയൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്. ഞങ്ങൾ ഇവിടെ മ്യൂണിക്കിൽ വന്ന ടൈം തൊട്ട് മലയാളം കുർബാനയൊക്കെ സെർച്ച് ചെയ്തിട്ടൊന്നും എങ്ങും കിട്ടിയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇന്ന് ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ കണ്ടതാ. അപ്പൊ അതേ ഞങ്ങൾ 3 പേര് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് മലയാളം കുർബാനക്ക് പോണത്. പിന്നെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാനും ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ ഞാനൊരു ഹിന്ദു ആണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂടെ പോകുന്നു. കണ്ട അതാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഖുർആനൊക്കെ പോയിട്ട് അവിടെ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞാൻ പള്ളിയിലോട്ട് അപ്പോഴേ ഞങ്ങൾ പള്ളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കേണ്ട. എവിടെയാണെങ്കിൽ ഒടുക്കത്തെ മഴ. വഴിയിൽ വെച്ചൊരു മലയാളി ചേച്ചീനെ കിട്ടി. അപ്പം അനു ആ ചേച്ചിയുടെ കുടയിൽ കയറി പോവുകയാണ്. ഞങ്ങൾക്ക് ജാക്കറ്റ് ശരണം. അപ്പം ഇനി പള്ളിയിലെത്തിയിട്ട് കാണാം. പള്ളി ഇവിടെ അടുത്താണെന്നാണ് കേട്ടത്. നോക്കട്ടെ എന്നാലും നോക്കാം. ഇത് നമ്മൾ ഉദ്ദേശിച്ച പള്ളിയല്ല ഗൈസ്. ഇത് മറ്റേ എന്തോ കെട്ടിടം പണിത് വെച്ചേക്കണ പോലത്തെ പള്ളിയാണ്. എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കട്ടെ എന്തായാലും. ഞങ്ങൾ അപ്പുറത്തൊരു പാർക്കിംഗ് സ്ഥലം കണ്ട ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിയാണെന്ന് തോന്നുന്നു. എനിക്കണ്ട തോന്നില്ല. നിനക്ക് തോന്നണ്ട? എനിക്കും തോന്നി. കണ്ട പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് പള്ളിയുടെ ഒരു ലുക്കൊക്കെയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ വേറെ ആരും ഇല്ല. നമ്മൾ 4 പേരേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതാണ്ട പള്ളി. അപ്പോൾ അത് കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് ഇവിടെ എന്തോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നറിയാൻ പാടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുള്ളൂ. കുർബാനയുടെ ഇടയിൽ എനിക്ക് ഒലിവ് ചെടി കിട്ടി. കുരുത്തോലൊക്കെ വരെ ഇവിടെ ജർമ്മനിയിൽ നമ്മൾ ഒലിവിൻ്റെ ചെടിയാണ് ഉപയോഗിക്കുന്നത്. കണ്ട ഒലിവിൻ്റെ ചെടിയല്ല കേട്ടോ, ഒലിവിൻ്റെ ചെടിയുടെ കമ്പ്. അപ്പം ഇത് വെച്ചിട്ടാണ് കുർബാന കൂടിയത്. കുർബാനയൊക്കെ കഴിഞ്ഞ് കുർബാന അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കൊരു തേങ്ങ മനസ്സിലായില്ല. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ സാധാരണ കൂടുന്ന കുർബാനയായിരുന്നില്ല. ഇത് മലങ്കര സുറിയാനി കുർബാനയായിരുന്നു. അവിടെ നിന്ന് പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. കണ്ടോ ഇപ്പം എവിടെ എത്തി? എങ്ങനെയുണ്ടായിരുന്നു കുർബാന? കുർബാന അടിപൊളിയായിരുന്നു. ഒത്തിരി നേരം എഴുന്നേറ്റിരുന്നു. ഭയങ്കര ലോങ് ആയിട്ടുള്ള കുർബാനയായിരുന്നു. അതെ, നല്ല മലങ്കരക്കാരുടെ കുർബാന പാട്ട് കുർബാനയാണ്. പക്ഷെ എന്നാലും ഒത്തിരി ഉണ്ടായിരുന്നു. പാട്ട് കുർബാനയായിരുന്നു. അത് തന്നെ 1/2 മണിക്കൂർ വൈകി ചെന്നിട്ടും കുർബാന കഴിഞ്ഞത് ഏകദേശം ഒരു 4:45 ആയപ്പോഴല്ലേ ആ ഒരു ടൈം. 2.5 മണിക്കൂർ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുർബാന 2.5 മണിക്കൂറായിരുന്നു കൂറുന്നത്. എന്തായാലും ലാവിഷായിട്ട് കൂടി. 6 മാസം കുർബാന കൂടാത്തതിന് അതന്നെ എല്ലാവരുമായിട്ടും വന്ന് മിണ്ടിയൊക്കെ ചെയ്ത്. ഇവൻ എന്നോട് ഇന്നലെ പറഞ്ഞു അവന് കൊഴുക്കിട്ട് കഴിക്കാൻ ആഗ്രഹം കൊണ്ടത്. പക്ഷെ കഴിക്കാനായിട്ട് നിവൃത്തിയില്ലായിരുന്നല്ലോ. ഇന്ന് അത് കിട്ടി. ആഗ്രഹം അവൻ കഴിച്ചില്ല. പക്ഷെ അപ്പൊ ഞാൻ കഴിച്ചിട്ട് കൊടുക്കട്ടെ. എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. ഇന്നലെ എന്റെ മമ്മി ഞാൻ കൊടുക്കട്ടെ കഴിച്ചു. ഇന്നലെ എനിക്ക് മമ്മി തന്നെ കോഴിക്കട്ടയുടെ ഫോട്ടോ അയച്ചു തന്ന് കൊതിപ്പിച്ചായിരുന്നു കുറച്ച് നേരം. അപ്പം അത് കാരണം ഞാനൊന്ന് കണ്ടപ്പോൾ തന്നെ മേടിച്ച് കഴിച്ച്.
പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ കുർബാനയോടൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഗൈസ്. നല്ല പൊക്കാണ് ഗൈസ് ചേട്ടന്. എനിക്ക് നല്ല ഹൈറ്റ് ഉള്ള കുർബാനയുടെ ഇടയ്ക്ക് അച്ഛൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു ചേട്ടൻ അത്രയും പൊക്കായോണ്ട്. എന്നിട്ട് അച്ഛൻ വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു വോളിബോൾ കളിക്കുന്നുണ്ടോ, ഫുട്ബോൾ കളിക്കാറുണ്ടോ, അച്ഛൻ ഭയങ്കര ഫുട്ബോൾ പ്ലെയർ ആണെന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് മിണ്ടി ഗൈസ്. എന്നിട്ട് ഞാൻ അച്ഛനായിട്ട് പറഞ്ഞിട്ട് സംസാരിച്ചു. നല്ല അടിപൊളി അച്ഛനായിരുന്നു കേട്ടോ. ബിനോയ് എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പൊ അച്ഛന് പിന്നെ അച്ഛൻ്റെ കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറിനെ മീറ്റ് ചെയ്തു. ബ്രദറിന്റെ പേര് സിറിൽ എന്നായിരുന്നു. ഭയങ്കരമായിട്ട് എന്താ പറയാ, എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. കാരണം ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണല്ലോ ചർച്ചിൽ പോയിട്ട് ഇങ്ങനെ കുർബാന കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഇവരിനി ഇതെങ്ങനെ എടുക്കും എന്നുള്ളത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇവിടെ ഇന്നിപ്പം ഞങ്ങൾ പോയ ചർച്ചിൽ കുർബാനയുണ്ട് അല്ലേ. ഈസ്റ്ററിന്റെ, ദുഃഖവെള്ളിയുടെ, ശനിയാഴ്ചയുടെ എല്ലാ കുർബാനയും ഇവിടെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ലൈക്ക് എവിടെയാണ് ചർച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പറയാം. സെന്റ് ബ്രിഗീറ്റ ചർച്ച് എന്നാണ് പേര്. ഫസാനൻ പാർക്കിലാണ് ഇത്. മ്യൂൻഷനിന്ന് S3, ഒക്ടോബാനോഫിന്ന് S3 കയറുക, എത്തുക, അത്രേ ഉള്ളൂ. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ 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 നന്ദിയുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനിലോട്ട് ഇപ്പൊ നിങ്ങൾ വരാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഈ വീഡിയോകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആരെങ്കിലും ഇപ്പോൾ റാൻഡമായിട്ട് എൻ്റെ ഒരു ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്ര പറയാനുള്ളൂ. അപ്പോൾ അത്ര ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചാവ് ചാവ്.